ഷോക്കിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വാഹനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഫ്രണ്ടിലത്തെ ടയറിന് കൂടുതൽ തേയ്മാനം വരുന്നുണ്ട്, എന്നാൽ ബാക്കിലത്തെ ടയറിന് അത്രയും തേയ്മാനം വരുന്നില്ല. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? കുറച്ച് പേരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. അതായത് എഞ്ചിനൊക്കെ ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് എഞ്ചിൻ വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ തേയുന്നത്. ശരിക്കും ഇത് തന്നെയാണോ കാരണം? ഇനി അതല്ല, ചിലരെങ്കിലും പറയുമായിരിക്കും അലൈൻമെൻറ്റ് ഔട്ടായിട്ട്. പക്ഷേ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കി, അലൈൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്തപ്പം വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അലൈൻമെൻറ്റും പക്കയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ പെട്ടെന്ന് തേഞ്ഞ് തീരുന്നത്? ഇങ്ങനെ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും പറയും ടയർ റൊട്ടേഷനും ചെയ്യുകയാണെങ്കിൽ അതും പ്രശ്നം വരത്തില്ല. ഇതൊന്നും അല്ല കാരണം ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും കാരണമല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അലൈൻമെൻറ്റ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ടയറിന് തേയ്മാനം വരും, സത്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം വന്നാലും ടയറിന് തേയ്മാനം വരും. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യം അറിയാൻ സാധിക്കും സസ്പെൻഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം സസ്പെൻഷൻ്റെ പ്രോബ്ലം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഷോക്കിൻ്റെ വർക്കിംഗ് അല്ല, എന്തെങ്കിലും രീതിക്ക് അലൈൻമെൻറ്റ്, അതായത് ഷോക്കിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി വേറെ എന്ത് കാരണം? അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങൾ. അതായത് നമുക്കുള്ളൊരു 80% വാഹനങ്ങളും ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അതായത് ഫ്രണ്ടിലത്തെ ടയറാണ് കറങ്ങുന്നത്, ബാക്കിലത്തെ ടയർ ഡ്രിവൺ ആണ്, അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിൻ്റെ അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകുന്ന ടയറാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ടയറാണ് നമ്മുടെ എഞ്ചിൻ്റെ കറക്കം വരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്നും വളരെ സ്മൂത്തായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നോർമൽ രീതിക്ക് നമ്മുടെ ടയർ കറങ്ങി തുടങ്ങത്തുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് വേറെ രീതിക്കും കൂടെ വാഹനം എടുക്കാൻ സാധിക്കും. അതായത് ഫസ്റ്റ് ഗിയർ ഇട്ട് നന്നായിട്ട് ആക്സിലറേറ്റ് കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പിൻ ചെയ്തായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പോകുന്നത്. കാണുമ്പോഴൊരു രസമാണ്, പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് വാവ് അടിപൊളി എന്നൊക്കെ ഒരു ചിന്ത വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ അവിടെ കത്തിത്തീരുകയാണ്, അതായത് തേയ്മാനം കൂടുകയാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയേഴ്സിന് കൂടുതലും വെയറുണ്ടാകും. അതായത് ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ട് ടയേഴ്സിന് വെയർ കൂടും. അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, അലൈൻമെൻറ്റ്, സസ്പെൻഷന്, ഈ കാര്യങ്ങളൊന്നുമല്ലാതെ ഈ പറഞ്ഞൊരു കാരണം കൊണ്ട് നമ്മുടെ ടയേഴ്സിന് വെയർ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും വീൽ ബെയറിങ്ങുകൾ, അതായത് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും കറങ്ങാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടും നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് തേയ്മാനം വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ വീൽ സ്പിന്ന് ചെയ്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർമലായിട്ട് നമ്മൾ ഈ പണ്ടൊക്കെ പറയുന്നല്ലോ ഫസ്റ്റ് ഗിയർ ഇടുക, ക്ലച്ചിൽ നിന്നും പതുക്കെ കാലെടുക്കുക, ആക്സിലറേറ്റർ കൊടുക്കുക, ഇതൊക്കെ ശരിക്കും ആ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ പാർട്സുകൾക്ക് തേയ്മാനം കുറവായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ നല്ല സ്പീഡിൽ അടിച്ചു വിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് വീൽ സ്പിൻ ചെയ്തൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ടയേഴ്സിന് നല്ല രീതിക്ക് വെയറാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.